അപ്പോൾ നമ്മുടെ കൃഷിയുടെ ഒരു വിളവെടുപ്പ് കണ്ടോ. അപ്പോൾ നമ്മുടെ കുക്കുംബറാണ് കേട്ടോ. കുക്കുംബർ ഇങ്ങനെ നിറഞ്ഞ് കായ്ച്ച് നിന്ന സമയത്ത് നമ്മളിതാ വിളവെടുക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ട് കുക്കുംബർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ നോക്കിയേ എന്തോരം കുക്കുംബറാണ് നമുക്ക് കിട്ടിയതെന്ന്. അപ്പോൾ നമുക്ക് കുക്കുംബർ മാത്രമല്ല കേട്ടോ, നമ്മളിവിടെ ഒരുപാട് തരം കൃഷികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ മുളകാണ് കേട്ടോ. നമ്മുടെ മുളകിന് നോക്കിയേ ഒരു കുരടിപ്പ് പോലും ഇല്ലാതെ എന്ത് നന്നായിട്ടാണ് മുളക് പിടിച്ച് നിൽക്കുന്നതെന്ന്. അപ്പോൾ നമ്മളിവിടെ നട്ടിരിക്കുന്നത് സിറ എന്ന ഇനത്തിൽപ്പെട്ട മുളകാണ് കേട്ടോ. അപ്പോൾ ഈ സിറയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പം നിറയെ ഇത് കായ്ക്കും കേട്ടോ. അതേപോലെ മുളകിന് നല്ല ടേസ്റ്റുമാണ്, നല്ല എരിവുമാണ്, നല്ല മുളകാണ് കേട്ടോ സിറ. അപ്പോൾ ഇതിൻ്റെ ഒരു പിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ഒരു പിടുത്തമാണ് കേട്ടോ. നിറച്ച് കായ്ക്കും. അപ്പോൾ നമ്മളിത് വിളവെടുക്കും തോറും വീണ്ടും 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 ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് മഴ സമയത്താണ്, ഒരു ജൂൺ ജൂലൈ മാസത്തിൽ നമ്മൾ മുളക് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും വിളവ് കിട്ടും കേട്ടോ. മഴ സമയത്ത് മുളക് നന്നായിട്ട് പിടിക്കുന്നുണ്ട്. മഴയാണ് മുളകിൻ്റെ ഒരു സീസണ്. വേനൽ സമയത്ത് മുളക് കുറവായിരിക്കും, വെള്ളിയാഴ്ചയൊക്കെ കയറി നശിച്ചു പോകും. അപ്പം ഞാൻ ഇത് പിച്ചെടുക്കുന്നത് കണ്ടോ, നിറച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇതേപോലെ മുകളിലോട്ട് അടത്തി എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ പയറാണ് കേട്ടോ. നമ്മുടെ സുമന്ത് ഇനത്തിൽപ്പെട്ട പയറാണിത് കേട്ടോ. ഒരു ലൈറ്റ് പച്ച കളറാണ്. അതേപോലെ നിറയെ പിടിക്കുകയും ചെയ്യും. സുമന്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പയർ നന്നായിട്ട് പിടിക്കും. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മൾ ഓണത്തിന് വേണ്ടി നടാനെടുത്തിരിക്കുന്ന ബന്ധിത്തൈയാണ്. അപ്പോൾ ഇത് നമ്മുടെ പാവലിനകത്തെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നിറയെ പാവയ്ക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. ഒരു വെർട്ടിക്കൽ പന്തലിനാണ് നമ്മൾ ഈ പാവൽ നട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പിച്ചാലും തീരാത്ത രീതിയിൽ നിറച്ചിങ്ങനെ നിൽക്കുകയാണ്. ഒരു കാട് പോലാണ് നമ്മുടെ പാവൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിത് ആദ്യത്തെ കൃഷി നടത്തിയപ്പോഴാണ് അതിൻ്റെ കൂടെ ഇട്ടിരുന്ന വിത്താണ് കേട്ടോ, പാവലിൻ്റെ. പക്ഷേ അത് വളർച്ചയൊക്കെ കുറവായിട്ട് ഇങ്ങനെ പയ്യെ ഇങ്ങനെ നിന്ന് ഇത് വളർന്നു വരാനൊക്കെ താമസമായിട്ടേ. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള കൃഷികളൊക്കെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇത് പയ്യെ വളർന്ന് കയറാൻ തുടങ്ങിയത്. അങ്ങനെ ഇതിങ്ങനെ പടന്ന് കയറി. വലിയ പരിചരണമൊന്നും കൊടുത്തില്ല. അതങ്ങനെ തന്നെ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. കവറിടാനൊന്നും പോയില്ല. ആദ്യമേ കുറച്ച് കവറൊക്കെ ഇട്ട് കുറേയൊക്കെ ഈ ചൂത്തിപ്പോയി. അപ്പം വിചാരിച്ച് അവിടെ വെച്ച് നമ്മൾ ഇതിൻ്റെ വിളവെടുപ്പ് തീരുവാണെന്നൊക്കെ വിചാരിച്ചിരുന്നേ. പിന്നെ നോക്കുമ്പോൾ നിറച്ച് ഇങ്ങനെ പടന്ന് കയറിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളിവിടെ ഇതിന് പ്രത്യേകിച്ച് വളമായിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കപ്പലിൻ്റെ പിണ്ണാക്കും ചാണകമൊക്കെ പൊളിപ്പിച്ചതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കുമായിരുന്നു. അപ്പം നമ്മൾക്ക് ട്രിപ്പ് ഇറിഗേഷനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നതെന്നെങ്കിലും ട്രിപ്പ് വഴി ഞാൻ അങ്ങനെ വളങ്ങളൊന്നും കൊടുക്കാറില്ല. അപ്പം നമ്മൾ ആകെ കൊടുക്കുന്നത് നമ്മുടെ കിണറ്റിൽ കുറേ സിലോപ്പിയം കരട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമാണ് നമ്മളിതിൻ്റെ ട്രിപ്പ് വഴി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ചാണകം അങ്ങനെ പിണ്ണാക്കൊക്കെ പുളിപ്പിച്ചിട്ട് അതിൻ്റെ സ്ലറി ഒഴിച്ചു കൊടുക്കും. അല്ല അതിന് പ്രത്യേകിച്ച് യാതൊരു വളങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ എന്തുമായാലും ഇപ്പം വന്ന് ഇതിനകത്ത് ഈച്ചകുത്തലൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഈച്ചകുത്തലില്ലെന്നല്ല, ഈച്ചകുത്തലുണ്ട്, എങ്കിലും പൊതുവെ കുറവാണ്. അതേപോലെ നല്ല പിടുത്തമുണ്ട് പാവയ്ക്ക്.